Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Wa nashhadu an la ilaha illallah wa nashhadu anna sayyidana Muhammadar Rasulullah. Amma ba'du. As-salatu was-salamu alayka ya sayyidana ya Rasulallah khudh bi aydina qallat hilatuna adrikna. ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ മീനിങ് പറയുന്ന പഠനവേദിയിലാണുള്ളത്. നാം സംസാരിച്ചെത്തിയത് മൗലിദുൽ ഹുസ്നൈനിയുടെ 21-ാമത്തെ അധ്യായത്തിലാണ്. 21-ാം അധ്യായം നിലവിലും കനവിലുമുള്ള പ്രവാചക ദർശനം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ കാണുന്നതിനെക്കുറിച്ചും ഉറക്കത്തിൽ കാണുന്നതിനെക്കുറിച്ചും ഈ രണ്ട് ദർശനത്തിനെ കുറിച്ചുള്ള വിശദമായ ഒരു പഠനമാണ് 21-ാമത്തെ ഹിസ്ബിൻ്റെ ഈ ഭാഗത്തുള്ളത്. മൗലിദുൽ ഹുസ്നൈനിയിലെ ഏറ്റവും ദീർഘമായ ഹിസ്ബാണ് 21-ാമത്തെ ഹിസ്ബ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ വിഷയം തന്നെ പ്രവാചക ദർശനം, സ്വപ്ന ദർശനത്തെക്കുറിച്ചാണ്. അതേക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ചില ശ്രോതാക്കൾക്ക് തോന്നിപ്പോവും ഇത് ഈ അടുത്ത് പല പ്രഭാഷണങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ട ചെറിയ വിവാദങ്ങൾക്ക് കാരണമായ ഒരു വിഷയമാണോ ഇന്നത്തെ വിഷയമെന്ന്. അതിൽ തീർപ്പ് പറയാൻ വേണ്ടിയാണോ ഇന്ന് നാം ക്ലാസ് സംഘടിപ്പിച്ചത് എന്ന് തോന്നിപ്പോവും. വാസ്തവത്തിൽ മൗലിദുൽ ഹുസ്നൈനി പറഞ്ഞു വെച്ച ഇവ്വിഷേകമായി പറഞ്ഞു വെച്ച ആശയം അത് 11 വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷേകമായിട്ടുള്ള അന്ന് കിട്ടാവുന്ന ഗ്രന്ഥങ്ങളെല്ലാം പരതി പഠനവിധേയമാക്കി രേഖപ്പെടുത്തി വെച്ച മൗലിദുൽ ഹുസ്നൈനിൽ എഴുതി വെച്ച 11 വർഷം മുമ്പ് എഴുതി വെച്ച വിഷയമാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. അതിന് യാതൊരു മാറ്റവും നാം വരുത്തുന്നില്ല. നമുക്ക് മാറ്റം വരുത്തേണ്ട ആവശ്യവുമില്ല. മൗലിദുൽ ഹുസ്നൈനി 11 വർഷം മുമ്പ് എഴുതി വെച്ചതാണ് ഈ വിഷയം. 6 വർഷം മുമ്പ് മൗലിദുൽ ഹുസ്നൈനി പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ആദ്യമായി സാധാരണ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത ആളുകളോട് ഉണർത്തുകയാണ്, ഇതൊരു പുതിയ വിഷയമായി നാം അവതരിപ്പിക്കുന്നത് അല്ല. ഇത് മുമ്പേ ഈ പുസ്തകത്തിൽ ഈ മൗലിദുൽ ഹുസ്നൈനിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു വിഷയം നാം അവിടെ മൗലിദുൽ ഹുസ്നൈനിയുടെ മീനിങ് പറഞ്ഞ് എത്തുമ്പോൾ അത് വിശദീകരിക്കുന്നു, അത്രമാത്രം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുന്നതിനെ സംബന്ധിച്ച് മുമ്പ് കഴിഞ്ഞു പോയ ഇമാമിയങ്ങൾക്ക്, പണ്ഡിതർക്ക് പല അഭിപ്രായങ്ങളും ഉണ്ട്. അതിൽ പരിഗണനീയമായ പ്രബലമായ അഭിപ്രായം എന്താണോ അതാണ് മൗലിദുൽ ഹുസ്നൈനിയിൽ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും പ്രബലമായ അഭിപ്രായം എന്താണെന്ന് നമുക്ക് പറയാം. ഏത് വിഷയത്തിലും, കർമ്മപരമായ വിഷയങ്ങളിലും വിശ്വാസപരമായ വിഷയങ്ങളിലൊക്കെ പല വിഷയങ്ങളിലും നമുക്ക് ഒന്നിലധികം അഭിപ്രായങ്ങൾ കാണാം. അങ്ങനെ ഒന്നിലധികം അഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം ആ അഭിപ്രായങ്ങളെല്ലാം ഏകോപിപ്പിക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല നിലപാട്. ഒരിക്കലും യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത അഭിപ്രായങ്ങൾ, അതിനെ മാത്രമേ രണ്ടഭിപ്രായങ്ങളായി വിരുദ്ധ ആശയങ്ങളായി ഗണിക്കപ്പെടേണ്ടതുള്ളൂ എന്ന് പൊതുവെ ഇമാമിങ്ങൾക്കിടയിലുള്ള ഒരു തത്വമാണ്. ആ തത്വം അനുസരിച്ചാണ് നമ്മുടെ ചർച്ച കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ ഹബീബിക്കൽ അഅ്ളം വഅലാ ആലിഹി മാദാമൽ മലവാൻ അല്ലദീ മിൻ ഹുസ്നിഹിൽ മഅനവി. അല്ലാഹുവേ, നീ നിന്റെ ഹബീബുൽ അഅ്ലമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വലാത്തും സലാമും ബറക്കത്തും ഒക്കെ ചെയ്യണമേ, അവിടത്തോട് ബന്ധമുള്ളവർക്കും എക്കാലവും. അല്ലദീ മിൻ ഹുസ്നിഹിൽ മഅനവി, ആ തിരു ഹബീബിന്റെ ആന്തരികമായ ഭംഗിയിൽപ്പെട്ടതാണ്. എന്താ ആന്തരികമായ ഭംഗി? അന്നമർ റആഹു ഫിൽ മനാം ഫഖദ് റആഹു ഹഖൻ ബിലാ ബുതുലാൻ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഭംഗിയാണ്. എന്ത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ആ കാഴ്ച ഫഖദ് റആഹു ഹഖ,
അത് സത്യം തന്നെയാണ്, യാഥാർത്ഥ്യം തന്നെയാണ്. ബിലാ ബുത്തുലാൻ, അത് മിഥ്യയല്ല. തിരുനബിയെ ഒരാൾ സ്വപ്നം കണ്ടാൽ അത് ഉള്ളത് തന്നെയാണ്, അത് അസത്യമല്ല, മിഥ്യയല്ല. ഇത് മുത്തുനബിയുടെ പ്രത്യേകതയാണ്, മുത്തുനബിയുടെ ഒരു ആന്തരികമായ ഭംഗിയാണ്. സാധാരണക്കാരായ നാം, അല്ലെങ്കിൽ ഔലിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ ചെറിയ കിബാറുൽ ഔലിയായിൽ പെടാത്ത ഔലിയ, കിബാറുൽ ഔലിയ എന്ന് പറഞ്ഞാൽ കുത്തുബിന്റെ ഒക്കെ സ്ഥാനം, അതില്ലെങ്കിൽ അതിൻ്റെ അരികെയുള്ള സ്ഥാനത്തേക്ക് എത്താത്ത ഔലിയ, അവരുടെ രൂപത്തിലും സാധാരണക്കാര രൂപത്തിലൊക്കെ പിശാചിന് സ്വപ്നത്തിൽ വരാൻ കഴിയും. നാം വലിയ മഹാനായി പരിഗണിക്കുന്ന, വിശ്വസിക്കുന്ന, ഒരുപക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ആളോ വിലായത്ത് ഉള്ള ആളുമായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിലായത്ത് ഒരു പിശാച് അദ്ദേഹത്തിൻ്റെ രൂപം പ്രാപിച്ച് വരാൻ സാധിക്കാത്ത അത്ര നൂറിലേക്ക്, നൂറാനീയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വിലായത്ത് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം പ്രാപിച്ചുകൊണ്ട് പിശാച് സ്വപ്നത്തിൽ വരും. കിബാറുൽ ഔലിയ, അംബിയ, മലായിക്കത്ത്, അവരല്ലാത്തവരുടെ രൂപത്തിലൊക്കെ, സാധാരണക്കാരുടെ രൂപത്തിലും ഔലിയായിൽ തന്നെ ചെറിയ വലിയ മഖാം എത്തിക്കാത്ത ഔലിയാക്കന്മാരെ രൂപത്തിലുമെല്ലാം പിശാചിന് രൂപപ്പെട്ട് സ്വപ്നത്തിലും വരാൻ കഴിയും, ഉണർവിലും വരാൻ കഴിയും. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം പ്രാപിച്ചുകൊണ്ട് ഒരിക്കലും പിശാചിനിക്ക് വരാൻ സാധിക്കൂല. അത് മുത്തുനബിയുടെ ഒരു ഭംഗിയാണ്. അതിനെന്താ കാരണം? അതിന് കാരണം ചില ഇമാമിയങ്ങൾ ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുത്തുനബിയുടെ അതേ രൂപത്തിൽ ഉണർവിൽ പിശാചിന് വരാൻ സാധിക്കൂല. ഉണർവിൽ മുത്തുനബിയുടെ അതേ രൂപത്തിൽ ഉണർവിൽ വന്നാൽ പിന്നെ അത് മുത്തുനബി ആ രൂപം കാണുന്ന വ്യക്തി പയച്ചു പോവാൻ, മുത്തുനബിയുടെ പേരിൽ മുത്തുനബിയാണ് ധരിച്ചുകൊണ്ട് പയച്ചു പോവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് അതുപോലെ തന്നെ സ്വപ്നത്തിൽ വരുമ്പോഴും ആ പിശാച് വരികയാണെങ്കിൽ ആ രൂപം കാണുന്ന വ്യക്തി പയച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വരില്ല എന്ന് പറയാൻ കാരണം എന്നാ ചില പണ്ഡിതന്മാർ പറയുന്നത്. അതൊരു കാരണമാവാം. ഇനി ആ കാരണം പരിഗണിക്കുന്നില്ലെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പരിപൂർണതയാണ്, അവിടുത്തെ ഒരു കമാല്, മുത്തുനബിയുടെ ഒരു കമാൽ, ഒരു പരിപൂർണതയാണ്. പിശാചിനിക്ക് മുത്തുനബിയുടെ അഡ്രസ് പറഞ്ഞുകൊണ്ട് വരാൻ സാധിക്കില്ല. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞതിന് എന്താ തെളിവ്? ഇത് മുത്തുനബിയുടെ ഒരു ഭംഗിയാണ് എന്ന് പറഞ്ഞതിന് തെളിവെന്താ? മുത്തുനബി തന്നെ പറഞ്ഞു, മർ റആനി ഫിൽ മനാം ഫഖദ് റആനി ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി. റവാഹു ശൈഖാൻ. ഇമാം ബുഖാരി, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഈ ഹദീസ്. മർ റആനി ഫിൽ മനാം, വല്ലവരും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ, ഫഖദ് റആനി, അവൻ എന്നെ തന്നെയാണ് കണ്ടത്. കാരണം മറ്റു ആളുകളൊക്കെ സ്വപ്നം കണ്ടാൽ അവരെ തന്നെ കണ്ടത് എന്ന് പറയാൻ പറ്റൂല. അവരെ രൂപം പ്രാപിച്ച് പിശാച് വരുന്നതാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നെ ഒരാൾ കണ്ടാൽ അവൻ എന്നെ തന്നെ കണ്ടത്, അത് സത്യമായ കാണലാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഹദീസ് കാണാം, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഫക അന്നമാ റആനി ഫിൽ യഖളതീൻ, എന്നെ ഒരാൾ കണ്ടാൽ, സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ ഉണർവിൽ കണ്ടതുപോലെയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഉണർവിൽ കണ്ടാൽ സ്വഹാബിയൊക്കെ ആവും, സ്വഹാബി ആകും എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഉണർവിൽ കണ്ടാൽ അവന് വലിയ ഷറഫും ഫضലൊക്കെ ഉണ്ട് എന്നതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടവനും അവനും സലാമത്തുണ്ട്, ഷറഫും ഫضലൊക്കെ ഉണ്ട്. സ്വഹാബിൻ്റെ ഫضലും ഷറഫൊന്നും ഇല്ലെങ്കിലും അവൻ ഈമാൻ രക്ഷപ്പെടാൻ, മുസ്ലിമായി ഹുസ്നുൽ ആഖിബത്തോടുകൂടെ മരിക്കാൻ പറ്റും. അതന്നെ ഏറ്റവും വലിയ സ്ഥാനം. മുസ്ലിമായിട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നിഅമത്ത്. മുസ്ലിമായി ജീവിക്കൽ അത് ഭാഗ്യമാണോ അല്ലയോ എന്ന് പറയണമെങ്കിൽ മുസ്ലിമായി മരിക്കാൻ കഴിയണം. മുസ്ലിമായി മരിക്കാൻ കഴിഞ്ഞാൽ മുസ്ലിമായി ജീവിച്ചതും ഭാഗ്യമാണ്. മുസ്ലിമായി ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മുസ്ലിമായി ജീവിച്ചതുകൊണ്ട് ഒരു ഉപകാരമില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പം മുസ്ലിമായി മരിക്കാൻ കഴിയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടാൽ. കാരണം ബുഖാരിൻ്റെ തന്നെ ഹദീസിലുണ്ട്, മർ റആനി ഫിൽ മനാമി ഫസയറാനി യഖളതൻ, പിന്നീട് അവൻ എന്നെ ഉണർവിൽ തന്നെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പിന്നീട് അവൻ എന്നെ ഉണർവിൽ കാണുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ ഒന്ന് രണ്ട് അഭിപ്രായങ്ങളുടെ അതിൻ്റെ വിശദീകരണം കിതാബിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. മരിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഉണർവിൽ ആ മനുഷ്യൻ കാണും മുത്തുനബി. അത് മരിക്കുന്നതിൻ്റെ മുമ്പ് കണ്ടില്ലെങ്കിൽ മരിക്കുന്ന
ജീവിതകാലത്ത് കണ്ടില്ലെങ്കിൽ മരിക്കാൻ പോകുന്ന സമയം, ആ സക്കറാത്തുൽ മൗത്തിൻ്റെ ആ സമയത്ത് മുത്തുനബിനെ കണ്ടിട്ടേ മരിക്കൂ. മുത്തുനബിനെ അന്നേരം കണ്ടാൽ ഉറപ്പിക്കാം ഹുസ്നുൽ ഖാത്തിമ കിട്ടുമെന്ന് ഉറപ്പിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബി പറയാ, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്വാന ലാ യതമസ്സലു ബി, പിശാചി എൻ്റെ അഡ്രസ്സിൽ രൂപാന്തരപ്പെടൂല, എൻ്റെ അഡ്രസ്സിൽ പിശാചി വരില്ല. ലാ യതമസ്സലു എന്ന് പറഞ്ഞാൽ അവന് രൂപപ്പെടുകയില്ല, അവൻ പ്രത്യക്ഷപ്പെടുകയില്ല. ബി എന്നാണ് ബുഖാരി മുസ്ലിമിൻ്റെ ഹദീസിലുള്ളത്. എൻ്റെ അഡ്രസ്സിൽ. എന്ത് എൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നല്ല, അതുമാത്രമല്ല എൻ്റെ അർത്ഥം. എൻ്റെ അഡ്രസ്സിൽ എന്ന് പറഞ്ഞാൽ സ്വപ്നം കാണുന്ന വ്യക്തിക്ക് മനസ്സിൽ തോന്നുക, ഞാൻ ഈ കാണുന്നത് മുത്തുനബിയാണ്. അങ്ങനെയാണല്ലോ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ. സ്വപ്നം കാണൽ അങ്ങനെയാണ്. സ്വപ്നം കാണണമെങ്കിൽ കാണപ്പെടുന്ന വ്യക്തിയെ, വസ്തുവിനെ ഉണർവിൽ ആദ്യം കണ്ട് പരിചയപ്പെടണമെന്നില്ല. അതുകൊണ്ട് അമേരിക്കയിലേക്ക് തീരെ പോവാത്ത ആളുകൾ അമേരിക്ക സ്വപ്നം കാണുന്നു. പ്ലെയിനിൽ യാത്ര ചെയ്യാത്ത ആളുകൾ പ്ലെയിനിൽ യാത്ര ചെയ്യുന്നതായി കാണുന്നു. ഒരിക്കലും പറക്കാൻ കഴിയാത്ത വ്യക്തി സ്വപ്നത്തിൽ പറന്നു പോകുന്നു. അപ്പോൾ സ്വപ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്വപ്നം ഉപ്പയെ തീരെ കണ്ടിട്ടില്ല, ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഗർഭ അവസ്ഥയിലാവുമ്പോൾ മരിച്ചു പോയ ഉപ്പ, ആ ഉപ്പാനെ സ്വപ്നത്തിൽ കാണും. ഉപ്പൻ്റെ രൂപം ആയിട്ടും കാണും, ഉപ്പാൻ്റെ രൂപം അല്ലാതെയും കാണും. എന്നതുപോലെ അത് സ്വപ്നത്തിൽ ഇങ്ങനെ മനുഷ്യന് കാണുന്ന വ്യക്തിക്ക് തോന്നുക, ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുത്തുനബിനെയാണ്. വേറെ ആൾ പറഞ്ഞ് ഇത് മുത്തുനബിയാണ്. ഈ കാണുന്ന വ്യക്തിക്ക്, സ്വപ്നം കാണുന്ന വ്യക്തിക്ക് സ്വപ്നത്തിൽ അവനോട് പറഞ്ഞത് ഈ മുമ്പിലിരിക്കുന്നത് മുത്തുനബിയാണ്. അവനെ മുത്തുനബിയെ തോന്നിയിട്ടൊന്നുമില്ല. അതിനെക്കുറിച്ചല്ല ഈ പറയുന്നത്. അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഒരാൾ വന്നു, ആ വന്ന ആള് ഞാൻ മുത്തുനബിയാന്ന് പറഞ്ഞു, മുത്തുനബിയാന്ന് പറഞ്ഞപ്പോഴും ബോധ്യപ്പെടുന്നില്ല, സ്വപ്നം കാണുന്ന ആൾക്ക് ഇത് മുത്തുനബി എന്നല്ല എന്നാ തോന്നുന്നത്. അതിനെക്കുറിച്ചും അല്ല പറയുന്നത്. സ്വപ്നം കാണുമ്പോൾ അവിടെ എഴുതി വെക്കലോ ബോർഡോ ഒന്നും ഉണ്ടാവില്ല. കാണുന്ന വ്യക്തി ആ മുത്തുനബിയായിട്ടൊന്നും പറച്ചിലൊന്നും ഉണ്ടാവില്ല. ഒരു വ്യക്തിനെ കാണുന്നു, അവിടെ മുത്തുനബി എന്നുള്ള സംശയേ ആ വ്യക്തിക്ക് വരൂല. മുത്തുനബി പെരുമാറുന്ന രൂപത്തിലൊക്കെ പെരുമാറുന്നു, അങ്ങോട്ടും പെരുമാറുന്നു. അപ്പം മനസ്സിൽ ബോധ്യപ്പെടുക, ഞാൻ ഈ കാണുന്നത് മുത്തുനബിയാണ്. അതാണ് അഡ്രസ്സ്. അങ്ങനെ അതാ മുത്തുനബിൻ്റെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരാൾ കണ്ടാൽ അത് എന്നെ തന്നെയാണ് കണ്ടത്. കാരണം പിശാച്ച് അങ്ങനെ എന്നെ പറഞ്ഞിട്ട് എൻ്റെ അഡ്രസ്സിൽ ഞാനാന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് പിശാച്ച് വരൂല. ലാ യതഖയ്യലു ബി എന്നും വേറെ റിപ്പോർട്ടുണ്ട്. ഞാനാന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വരൂല. ലാ യതഖയ്യലു ബി എന്നും വേറെ റിപ്പോർട്ട് കാണാം. റവാഹു ഷൈഖാൻ, ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. വഖാല മൻ റആനി ഫിൽ മനാം ഫകഅന്നമാ റആനി ഫിൽ യഖള. മുത്തനബി പറഞ്ഞ വേറെ ഹദീസ്, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ ഉണർവിൽ കണ്ടതുപോലെയാണ്. കമാഫി സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ. ഉണർവിൽ കണ്ടതുപോലെ എന്നുള്ളതിന് രണ്ടർത്ഥം വെക്കാം. ഒന്ന്, ഉണർവിൽ മുത്തുനബിനെ കണ്ടാൽ അത് മുത്തുനബിയാന്ന് ഉറപ്പാ, പിശാച്ചല്ല എന്ന് ഉറപ്പാ. പക്ഷെ അവിടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. ഇന്നിപ്പോൾ സ്വപ്നം മുത്തുനബിനെ കാണലും, സ്വപ്നത്തിൽ മുത്തുനബിനെ കാണലും എന്നല്ല, ആദ്യം തന്നെ കാണുന്നത് ചില ആളുകളൊക്കെ മുത്തുനബിനെ ഉണർവിൽ കണ്ടു എന്നാണ് വാദിക്കുന്നത്. ആദ്യം ഉണർവിൽ കാണുന്നിടത്തു നിന്നാണ് തുടങ്ങുന്നത്. അവിടെ നിന്ന് മനസ്സിലാക്കാനുണ്ട്. അവിടെ ഈ സ്വപ്നത്തിലാണ് ഈ പറഞ്ഞ മൻ റആനി ഫിൽ മനാമി എന്നൊക്കെ പറഞ്ഞത്. സ്വപ്നത്തിൽ മുത്തുനബിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആയിക്കോളുന്നില്ല. സ്വപ്നത്തിൽ വരുമ്പോൾ, ഉണർവിൽ വരുമ്പോൾ മുത്തുനബിൻ്റെ യഥാർത്ഥ രൂപത്തിലാവണം. മുത്തുനബിയാന്ന് ഉറപ്പ് കിട്ടുന്ന ഒരു രൂപത്തിലായിരിക്കണം ഉണർവിൽ വരുന്നത്. അപ്പോഴേ മുത്തുനബിയാന്ന് ഉറപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ പിശാച്ചാന്ന് ഉറപ്പിക്കണം എന്നല്ല. മുത്തുനബിയും പല രൂപത്തിൽ രൂപപ്പെടും. ഉണർവിലും ഒക്കെ, ഉറക്കത്തിലും ഉണർവിലൊക്കെ രൂപപ്പെടാൻ കഴിയും മുത്തുനബിക്ക്. പക്ഷെ ഉണർവിൽ വന്നത് മുത്തുനബിയാന്ന് ഉറപ്പിക്കണമെങ്കിൽ, ആ ഉണർവിൽ വന്നിട്ട് പറഞ്ഞത് എടുക്കണമെങ്കിൽ മുത്തുനബിയാണ് എന്ന് ഉറപ്പ് കിട്ടുന്ന രൂപത്തിൽ വരണമെന്നാലേ ഉറപ്പിക്കാൻ പറ്റൂ. കാരണം പിശാച്ചിന് ഉണർവിൽ മുത്തുനബിൻ്റെ രൂപമല്ലാത്ത രൂപത്തിൽ വരാൻ കഴിയും. ഞാൻ നബിയാന്ന് പറഞ്ഞിട്ട് മുത്തുനബിയാന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് മുത്തുനബി റസൂലെന്ന് വാദിച്ചുകൊണ്ട്, ഞാൻ റസൂലുള്ളാഹിയാണെന്ന് വാദിച്ചുകൊണ്ട് ഷൈത്വാനിക്ക്
ഉണർവിൽ വരാൻ കഴിയും, അതിലാർക്കാ തർക്കം? അത് നിരീശ്വരവാദിനോട് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് പേടില്ലാത്ത, കളവറിയാൻ പേടില്ലാത്ത ഒരു വ്യക്തിക്ക് കഴിയാവുന്നതാണ് ഞാൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ അടുത്ത് ഉണർവിൽ ചെല്ലാൻ. അയാൾക്ക് എന്തോ കാര്യലാഭണ്ടി അങ്ങനെ ചെല്ലാൻ പറ്റും. അപ്പൊ ജിന്നും ഷൈത്വാനും റസൂലുള്ളാഹിയുടെ രൂപത്തിലല്ലാതെ ഉണർവിൽ വരാൻ പറ്റും. റസൂലുള്ളാഹിയുടെ രൂപത്തിൽ വരാൻ കഴിയില്ല എന്ന് കാര്യം ഉറപ്പ്. സ്വപ്നത്തിൽ കണ്ടാൽ കാണുന്നത് മുത്തനബിയുടെ രൂപത്തിലായിക്കൊള്ളുന്നില്ല, എന്നാലും കാരണം അത് പിശാചിന് കഴിയൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വപ്നത്തിൽ വരുന്നത് മുത്തനബിയുടെ രൂപത്തിലല്ലെങ്കിലും സ്വപ്നത്തിൽ വരും, ഏത് രൂപത്തിലും വരാം. അത് വിശദമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മളാണ്ട് പറയല്ല, അത് ഇമാമികൾ ഹദീസ് വെച്ചിട്ട് ആരിഫ്യങ്ങൾ തന്നെ പറഞ്ഞു വെച്ച വിഷയമുണ്ട്. അത് നമുക്ക് വിശദമായിട്ട് പറയാം, അവിടെ എത്തിയിട്ടില്ല. അപ്പം ചില സഹോദരിമാരൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ ഉണർവിൽ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഉണർവിൽ കാണാനുള്ള കപ്പാസിറ്റി അവർക്കില്ല. കണ്ടത് മുത്തുനബിയുടെ രൂപത്തിലല്ലതാണ്, മുത്തുനബിയുടെ രൂപത്തിലല്ല. എൻ്റെ അടുത്ത് 2-3 വ്യക്തികൾ അങ്ങനെ പറഞ്ഞവരുണ്ട്, മുത്തുനബിനെ കണ്ടു. തെറ്റാണ് പറഞ്ഞത്. കണ്ടത് മുത്തുനബിയുടെ രൂപത്തിലേ അല്ല. മുത്തുനബി പറയേണ്ട കാര്യങ്ങളല്ല പറഞ്ഞതും അവരോട്. അത് സ്ത്രീകളെയും, സ്ത്രീ എന്ന് വെക്കേണ്ട മനുഷ്യന്മാരൊക്കെ വശീകരിച്ചുകൊണ്ട് മനുഷ്യന്മാരെ ദുരുപയോഗപ്പെടുത്തുന്ന ജിന്നും പിശാച്ചും ഉണ്ട്. ഈ ജിന്നും പിശാച്ചും ഒറ്റക്കൊരാൾ ഇരിക്കുന്നിടത്തേക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ പയപ്പിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ വാദിച്ചു വരും. അപ്പോൾ ഉണർവിൽ വരുന്നത് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ ഉണർവിൽ വരുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണം. അങ്ങനെ വന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ റസൂലുള്ളാഹി എന്നെ ഉണർവിൽ വന്ന് കണ്ട ആളാണെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് വിശ്വസിച്ച് പോയാൽ അത് വലിയ അബദ്ധങ്ങളിലേക്കും വഴികേടിലേക്കും ഈമാൻ തന്നെ തെറ്റിപ്പോകുന്നതിലേക്കും എത്തും. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട്, അങ്ങനെ പല വിഷയങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഉണർവിൽ കണ്ടതുപോലെയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഉണർവിൽ മുത്തുനബിൻ്റെ അതേ രൂപത്തിൽ വരാൻ കഴിയൂലല്ലോ പിശാചിന്. അതുപോലെ സ്വപ്നത്തിൽ എന്നെ ഒരാൾ കണ്ടാൽ അതേ ഫലം തന്നെയാണ് സ്വപ്നത്തിലും. സ്വപ്നത്തിൽ ഒരിക്കലും എൻ്റെ അഡ്രസ്സിൽ പിശാചിനിക്ക് വരാൻ കഴിയൂല എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഫി സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഹിബ്ബാൻ തങ്ങളുടെ സ്വഹീഹിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹിബ്ബാൻ തങ്ങൾ പ്രബലമായ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ഐലി അന്നഹു വൈൻ കാന നായിമൻ, ഈ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട വ്യക്തി ഉറങ്ങുകയാണെങ്കിലും ഫാന യഖ്ലാൻ, ഞാൻ ഉണർന്നുകൊണ്ടാണുള്ളത്. അതുകൊണ്ട് എന്നെ സ്വപ്നത്തിൽ കണ്ടാലും ഉണർവിൽ കണ്ട ഫലാണ്, ശ്രേഷ്ഠതയുണ്ട്. സ്വഹാബിയാകില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. സ്വഹാബിയാകില്ലെങ്കിലും വലിയ സ്ഥാനം ഉണ്ട്. മുത്തുനബിനെ സ്വപ്നം കാണാൻ മോഹിച്ച എത്രയോ ഔലിയ ഉണ്ട്. ഖലീഫത്തുൻ നഹ്ർ മലിക്കി റളിയല്ലാഹു അൻഹു, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുരീദായിരുന്നു, പ്രധാനപ്പെട്ട മുരീദാണ് ഖലീഫത്തുൻ നഹ്ർ മലിക്കി റളിയല്ലാഹു അൻഹു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിലും ഉണർവിലൊക്കെ എപ്പോഴും കാണുന്ന ആളായിരുന്നു. എന്താവശ്യം ഉണ്ടെങ്കിലും മുത്തുനബിയുമായി മുഷാവറ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു. അദ്ദേഹം വിചാരിക്കുമ്പോഴൊക്കെ മുത്തുനബിനെ കാണാൻ പറ്റും. അങ്ങനത്തെ മഹാനായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഉറങ്ങുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7 പ്രാവശ്യം സ്വപ്നത്തിൽ വന്നു. 7ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ മുത്തുനബി പറഞ്ഞു, യാ ഖലീഫത്തു, ഖലീഫ, ഞാൻ 7ാമത്തെ പ്രാവശ്യം വരുന്നത്, എൻ്റെ വരവ് നിനക്കൊരു ശല്യമായി തോന്നരുത് കേട്ടോ. എന്നെ കാണാൻ മോഹിച്ച് എത്രയോ ഔലിയ എന്നെ കാണാത്തതിലുള്ള വിഷമത്താൽ മരിച്ചു പോയിട്ടുണ്ട്. നിനക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ് എൻ്റെ ഈ വരവ് എന്ന് ഖലീഫത്തുൻ നഹ്ർ മൽക്കിയോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതായി ബഹ്ജത്തുൽ അസ്റാറിൽ കാണാം. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുക എന്ന് പറയുന്നത് അത് വലിയ ഒരു നിഅമത്താണ്, മഹത്വമാണ്. അത് കിട്ടാൻ, ലഭിക്കാൻ മോഹിച്ച ഔലിയ ഉണ്ട്. പക്ഷേ മുത്തുനബിയെ കിട്ടാന്ന് പറയും, കാണാൻ സാധിക്കാന്ന് പറയുന്നത് അത് ദാലിക ഫളുലുല്ലാഹി യുതി മൻ യശാഉ. അള്ളാഹു ഒരാൾ സ്വാലിഹ് ആയതുകൊണ്ട്, വലിയ ആയതുകൊണ്ട്
അദ്ദേഹത്തിന് അല്ലാഹു തആല ആ ഭാഗ്യം കൊടുത്തോളണമെന്നില്ല. മുത്തുനബിനെ ഒരാൾ കണ്ടതുകൊണ്ട് അദ്ദേഹം വലിയ ആയിക്കൊള്ളണമെന്നില്ല. മുത്തുനബിനെ കണ്ടാൽ കണ്ട വ്യക്തി വലിയ എന്നറിയാൻ പറ്റൂല. മുത്തുനബിനെ കണ്ട വ്യക്തി വലിയ ആവണമെന്നില്ല, ആലിമാവണമെന്നില്ല, ഒറ്റവാക്ക് പറഞ്ഞാൽ സ്വാലിഹായിക്കൊള്ളണമെന്നില്ല. അതിന് വേണ്ടത് സൽസ്വഭാവമാണ് കാര്യമായിട്ട് വേണ്ടത്. സ്വഭാവത്തിലുള്ള നിഷ്കളങ്കത, സൽസ്വഭാവം, എല്ലാവരോടുള്ള സൽസ്വഭാവം, പ്രത്യേകിച്ച് വിനയവും ആരോടും വെറുപ്പും അസൂയയും ഇല്ലാത്ത തുറന്ന മനസ്സ്. പിന്നെ പരോപകാരം, ജനങ്ങൾക്കൊക്കെ ഉപകാരം ചെയ്യുക, ജനങ്ങൾക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കുക, നന്മ ചെയ്തു കൊടുക്കുക. അള്ളാഹുവിനെയും റസൂലിനെയും ഖൽബിൽ മഹബത്ത് ഉണ്ടാകുക. ഇതാണ് അതിൻ്റെ ചെറിയ ക്വാളിഫിക്കേഷൻ. ഇൽമുണ്ടായതുകൊണ്ട് കാണണമെന്നില്ല, വിലായത്തുണ്ടായതുകൊണ്ടും കാണണമെന്നില്ല. വലിയന് ഇതൊക്കെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ വലിയന് അതൊക്കെ ഉണ്ടാവും. ഏത് ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഉള്ളവനെ വലിയ ആകുള്ളൂ. പക്ഷേ അതുണ്ടായാലും കാണൽ നിർബന്ധമൊന്നുമില്ല. ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് കാണൽ നിർബന്ധമൊന്നുമില്ല, ഉറപ്പൊന്നുമില്ല. ആ ക്വാളിഫിക്കേഷൻ ഉള്ള പലരും കാണാറുണ്ട്. മുത്തുനബിയുമായി ബന്ധപ്പെട്ട് ജോലിയായാൽ അവർ അധികവും കണ്ടതായിട്ടാണ് ചരിത്രത്തിലുള്ളത്. കിതാബുകളിലൊക്കെ കാണുന്നത് അങ്ങനെയാണ്. കിതാബുകളിൽ മാത്രമല്ല, അന്ന് ജീവിച്ചിരിപ്പുള്ള, അടുത്ത കാലത്ത് വഫാത്തായി പോയവരെന്ന് ജീവിച്ചിരിപ്പുള്ളവരുമായ നല്ല ആലിമീങ്ങളും അതുപോലെ സയ്യിദന്മാരും സ്വാലിഹീങ്ങളും മുഹിബീങ്ങളും ഒക്കെ മുത്തുനബിനെ കണ്ടു. ശരിക്കും നല്ല രൂപത്തിൽ മുത്തുനബിനെ കണ്ടത് അവർ പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ അവരെപ്പോഴും മുത്തുനബിയുമായി ബന്ധപ്പെട്ട ചിന്തയിലും സ്വലാത്തിലും മൗലിദിലും ദിക്റിലും അങ്ങനെ ജീവിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ ചെയ്ത മുത്തുനബിനെ കാണുന്ന കിതാബുകളിലൊക്കെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് അതിൻ്റെ അവസാനം വരുന്നുണ്ട്. അപ്പോൾ എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഉണർവിൽ കണ്ടതുപോലെയാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ഉണർവിൽ മുത്തുനബിയുടെ രൂപത്തിൽ ഒരിക്കലും പിശാച് വരാത്തതുപോലെ സ്വപ്നത്തിലും പിശാച് വരില്ല എന്നർത്ഥം. അല്ലെങ്കിൽ മറ്റൊരർത്ഥം, സ്വപ്നത്തിൽ കണ്ടതിനും ശ്രേഷ്ഠതയുണ്ട്, മഹത്വമുണ്ട്. ഐലി അന്നഹു വൈൻ കാന നാഇമൻ ഫാന യഖ്ലാൻ വലി അന്നി ലാ യതമസ്സലു ബിയശ്ശൈത്വാൻ. എൻ്റെ അഡ്രസ്സിൽ പിശാച് വരില്ല. അതുകൊണ്ട് ഇവിടെ ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന ഭാഗമാണ് ഇനി പറയാൻ പോകുന്ന സെൻറ്റൻസ്. ഖാലൻ നവവിയ്യു വസ്സുയൂത്തിയുൽ ഇമാമാൻ അസ്സവാബു അന്നമൻ റആഹു ഫഖദ് റആഹു ഹഖ്ഖാ വലൗ ഫീ ഗൈരി സൂറത്തിഹി ഐ ഫത്തഖ്സീസു ബിഹാ ളഅഫാൻ ഫറുഇയാഹു ഫീ സൂറത്തിഹിൽ മഅറൂഫത്തി വഗൈരിഹാ കിൽതാഹുമാ ഹഖീഖിയത്താൻ. ഇതാണ് ഈ വിഷയകമായിട്ട് നമുക്ക് പറയാനുള്ളത്. നാം ഇതാണ് വിശ്വസിക്കുന്നത്. മുത്തുനബിയെ കണ്ടാൽ മുത്തുനബിയുടെ കോലത്തിൽ, മുത്തുനബിൻ്റെ രൂപമല്ലാത്ത രൂപത്തിൽ പിശാച് വരുമോ? മുത്തുനബിയുടെ ചെറിയ രൂപമുണ്ട്, പൂർണ്ണ രൂപത്തിൽ, ആ രൂപത്തിൽ പിശാച് വരുമോ? ഞാൻ റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് ഉറക്കത്തിൽ പിശാച് വരുമോ എന്നൊക്കെയുള്ള ചർച്ച ഉണ്ടല്ലോ. ആ ചർച്ചയിലുള്ള തീർപ്പാണ് ഇമാം നവവിയും ഇമാം സുയൂത്തിയും പറഞ്ഞു തരുന്നത്. ഇമാം നവവി ആരാണ്? ഇമാം നവവി ആ കാലഘട്ടത്തിൽ കുത്തുബായ മഹാന. ഇന്ന് ഷാഫിഈ മദ്ഹബിലുള്ള അഭിപ്രായങ്ങൾ, അതിലൊക്കെ ഇമാം നവവിയുടെ അഭിപ്രായമാണ് കൂടുതൽ പ്രബലം. ആധികാരികതയുള്ളത് ഇമാം നവവിയുടെ അഭിപ്രായത്തിലാണ്. ഇമാം നവവി അറിയാത്ത ഷാഫിഈ എന്നല്ല, ഇമാം നവവിയെ അറിയാത്ത ഒരു മുസ്ലിം ഉണ്ടാവാൻ പ്രയാസമാണ്. ദീനുമായിട്ട് ബന്ധമുള്ള ആളുകൾക്കൊക്കെ ഇമാം നവവിയെ അറിയും. അത്രയും വലിയ മഹാനാണ് ഇമാം നവവി. അദ്ദേഹം കേവലം പണ്ഡിതന് മാത്രമല്ല, അവർ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ കാലത്തുള്ള വലിയുമാണ്, കുതുബായ വലിയാണ്. ഇമാം സുയൂത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് എത്ര കിതാബുകളാണ് അവർ എഴുതിയത്. ആ കാലഘട്ടത്തിൽ ശ്രദ്ധേയരായ മഹാനാണ് ഇമാമാണ് ഇമാം സുയൂത്തി. ഇമാം സുയൂത്തിയുടെ ഗ്രന്ഥങ്ങളൊക്കെ പഴയത് എഴുതി വെച്ചതല്ല, എല്ലാം പഠനാർഹമായ വിഷയങ്ങൾ
എല്ലാവരെയും ആ കാലഘട്ടത്തിലുള്ള ഇമാമിയങ്ങളൊക്കെ രചയിതാക്കളെയും ഇമാമിയങ്ങളൊക്കെ ശ്രദ്ധിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളായിരുന്നു ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിൻ്റേത്. ഇമാം സുയൂത്തി റസൂലുള്ളാഹിയെ പറ്റി പല ഇമാമിയങ്ങളും ശ്രദ്ധിക്കാതെ പോയത്, എഴുതി വെക്കാത്ത വിഷയങ്ങൾ ഇമാം സുയൂത്തിക്ക് എഴുതി വെക്കാൻ സാധിച്ചു. എത്ര പ്രാവശ്യമാണ് ഇമാം സുയൂത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിൽ കണ്ടത്, സ്വപ്നത്തിൽ കണ്ടത് വേറെയുണ്ട്. ഇമാം സുയൂത്തിയുടെ ഖാദിമിനോട്, കൂടെ നടക്കുന്ന ഖാദിമിനോട് ഹബ്ബാക്ക് ഒരിക്കൽ സുയൂത്തി ഇമാമിനോട് ചോദിച്ചു, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്ര പ്രാവശ്യം ഉണർവിൽ കണ്ടിട്ടുണ്ട്? സുയൂത്തി ഇമാം പറഞ്ഞു, ഞാൻ 70 ചില്ലാനം പ്രാവശ്യം മുത്തുനബിയെ ഉണർവിൽ കണ്ടിട്ടുണ്ട്, സ്വപ്നത്തിലും കണ്ടിട്ടുണ്ട്. ഒരിക്കൽ മുത്തുനബി സ്വപ്നത്തിൽ കണ്ട് പറഞ്ഞു, യാ ഷൈഖൽ ഹദീസ്, ഹദീസിന്റെ ഗുരുവേ എന്ന് വിളിച്ചു, ഷെയ്ഖുൽ ഹദീസ് എന്ന് വിളിച്ചു. സുയൂത്തി ഇമാം പിന്നീട് അതിനെപ്പറ്റി പറയാണ്, സന്തോഷം പ്രകടിപ്പിക്കാറുണ്ട് ഇമാം സുയൂത്തി. എന്നെ റസൂലുള്ളാഹി ഷെയ്ഖുൽ ഹദീസ് എന്ന് പേര് വിളിച്ചിട്ടുണ്ട് എന്ന് അഭിമാനം കൊള്ളാറുണ്ട് ഇമാം സുയൂത്തി. ആ സ്വപ്നം എന്നാണ് കൂട്ടില്ല, സ്വപ്നം കൊണ്ട് ഉപകാരങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കൽ സുയൂത്തി ഇമാം സ്വപ്നത്തിൽ മുത്തുനബിയോട് ചോദിച്ചു, ഞാൻ സ്വർഗാവകാശിയാണോ? മുത്തുനബി, നീ സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞു. മിൻ ഗൈരി അദാബി യസ്ബിഖു, അദാബ് അനുഭവിക്കാതെ നേരെ സ്വർഗത്ത് പോകുമെന്ന് വീണ്ടും ചോദിച്ചു. അപ്പോഴും മുത്തുനബി പറഞ്ഞു, ലക്കദാലിക, നിനക്ക് ആ ഓഫർ ഉണ്ട്. അപ്പോൾ തീരെ അദാബ് അനുഭവിക്കാതെ, ഖബറിൽ വരെ അദാബ് അനുഭവിക്കാതെ സ്വർഗത്ത് പോകാൻ കഴിയുമോ എന്നാണ് ചോദിക്കേണ്ടത്. ഖബറിൽ ചെറിയ അദാബൊക്കെ ഉണ്ടാവും. ഖബറിൽ ശിക്ഷ, നജസിൽ നിന്ന് വൃത്തിയാവാതെ ആയാൽ ഖബർ ശിക്ഷ ഉണ്ട്. ഖബറിൽ അധിക ശിക്ഷയും ഈ മൂത്രവിസർജനം പോലത്തെ നജസിൽ നിന്ന് വൃത്തിയാവാതിരുന്നാൽ ഖബർ ശിക്ഷ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മിൻ ഗൈരി അദാബി യസ്ബിഖു എന്ന് പറഞ്ഞാൽ ഖബറിൽ വരെ ശിക്ഷയില്ലാതെ സ്വർഗത്ത് കൊണ്ടുപോകാനുള്ള ഓഫർ നിനക്ക് ഞാൻ തന്നു എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുയൂത്തി ഇമാമിനോട് പറഞ്ഞു. അപ്പം അതാണ് സുയൂത്തി ഇമാം. സുയൂത്തി ഇമാമും 4 മദ്ഹബിലുള്ള ആളുകളടുത്തും അറിയപ്പെട്ട ആളാണ് സുയൂത്തി ഇമാം. സുയൂത്തി, നവവി ഇവരൊക്കെ നമ്മുടെ ഷാഫി മദ്ഹബിൽപ്പെട്ട പണ്ഡിതന്മാരാണെങ്കിലും എല്ലാ മദ്ഹബിലുള്ള ആൾക്കാർക്കും പരിചയമുള്ള ആളുകളാണ് ഇമാം നവവി, ഇമാം സുയൂത്തി. അപ്പം അവർ രണ്ടാളൊരു വിഷയം തീർപ്പാക്കി പറഞ്ഞാൽ പിന്നെ ഇതാണ് പ്രബലം, കേവലം പ്രബലം എന്നല്ല പറഞ്ഞത്, അസ്സവാബു ശരീദ എന്നാ പറഞ്ഞത്. അങ്ങനെ പ്രയോഗിച്ചാൽ അതിൻ്റെ അപ്പുറത്തുള്ള അഭിപ്രായങ്ങളൊക്കെ തെറ്റാണ് എന്ന് വിഷയം എന്ന് അർത്ഥം വരുന്ന. അസ്സവാബു ശരിയായ അഭിപ്രായം എന്നാ പറഞ്ഞത്. അസ്സഹീഹു അതിൻ്റെ അർത്ഥം അതന്നെ, ശരി. അതിൻ്റെ അപ്പുറത്തുള്ളത് ബാത്തിലാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്, തള്ളപ്പെടേണ്ട അഭിപ്രായമാണ് എന്നാണ് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കുക. അത് ഇമാം നവവിയും ഇമാം സുയൂത്തിയും പ്രയോഗിച്ച പ്രയോഗമാണ്. ആ പ്രയോഗം ശ്രദ്ധേയാണ്. അസ്സവാബു ശരിയായ അഭിപ്രായം ഈ വിഷയത്തിൽ, അന്നമർ റആഹു വല്ലവനും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാൽ ഫഖദ് റആഹു ഹഖാ, അവന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും കണ്ടിരിക്കുന്നു. വലൗ ഫീ ഗൈരി സൂറത്തിഹി, അതാ ഇമാം സുയൂത്തിയും ഇമാം നവവിയും സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനത്തിൽ രണ്ടാളും വിശദമായിട്ട് പറഞ്ഞതാ. വലൗ ഫീ ഗൈരി സൂറത്തിഹി, അത് തിരുനബിയുടെ രൂപത്തിലല്ലെങ്കിലും, തിരുനബിയുടെ രൂപം അത് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറാണ്, കണ്ടത് കറുത്ത നിറത്തിലാണ്. തിരുനബി കുറിയവരുമല്ല, നീളം കൂടിയ ആളുമല്ല, ഒത്ത ആളാണ്. നീളം കൂടിയ ഒരാളായിട്ട് കണ്ടു ഒരാൾ സ്വപ്നത്തിൽ, അല്ലെങ്കിൽ കുറിയ ആളായിട്ട് കണ്ടു, അതൊക്കെ മുത്തുനബി തന്നെയാണ്. വലൗ ഫീ ഗൈരി സൂറത്തിഹി, വലൗ ഫീ ഗൈരി സൂറത്തിഹി എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ രൂപം അല്ലാത്ത രൂപം എന്ന് പറഞ്ഞാൽ മുത്തുനബിയുടെ രൂപമായിട്ട് ഒരു സാമ്യത ഇല്ലെങ്കിലും മുത്തുനബി തന്നെയാണ്. മുത്തുനബിക്ക് പറയപ്പെട്ട പ്രത്യേകതകളിൽ വെച്ച് ഒരു പ്രത്യേകതയും ഇല്ലെങ്കിലും അത് മുത്തുനബി തന്നെയാണ്, സ്വപ്നത്ത് കണ്ട മുത്തുനബിയാണ് എന്നാണ് പ്രബലം. ആരിഫീങ്ങളൊക്കെ പറഞ്ഞത് അങ്ങനെയാണ്. കാലഘട്ടത്തിൻ്റെ ഗൗസായിരുന്ന കുത്തുബുസ്സമാനായിരുന്ന
അബ്ദുൽ അസീസ് ദബ്ബാഗ് റളിയല്ലാഹു അൻഹു ഈ വിഷയം വിശദമായിട്ട് പറഞ്ഞ മഹാനാണ്. അവർ പറഞ്ഞ എന്താണെന്നറിയോ? അവർ പറഞ്ഞത് 1,24,000 അംബിയാവിൻ്റെ രൂപം പ്രാപിച്ചുകൊണ്ട് രൂപത്തിൽ മുത്തനബിയുടെ സ്വപ്നത്തിൽ വരാം. അതുപോലെ എല്ലാ കാലഘട്ടത്തിലും 1,24,000 അംബിയാൻ്റെ എണ്ണം അനുസരിച്ച് ഔലിയ ഉണ്ട്. ഒരാൾ മരിച്ചാൽ വഫാത്താൽ ആ സ്ഥാനത്തേക്ക് വേറൊരാൾ വലിയായിട്ട് വരും. അങ്ങനെ 1,24,000 ഔലിയ, കഴിഞ്ഞു പോയ ഔലിയാവും ഇപ്പോഴുള്ള ഔലിയാവിൻ്റെ ഒക്കെ രൂപത്തിൽ, അത് കറുത്തിട്ടും വെളുത്തിട്ടും ഏത് രൂപം ഉണ്ടാവില്ല, ആ രൂപത്തിലൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വരാം. പലപ്പോഴും മുരീദന്മാരുടെ അടുത്തേക്ക് മുത്തനബി അവരുടെ ഗുരുവിൻ്റെ രൂപത്തിൽ വരാറുണ്ട്. അപ്പോൾ അതാ വലോഫി ഗൈർ സൂറത്തി ആരിഫീങ്ങൾ പറഞ്ഞത് അങ്ങനെയാണ്. ഇമാം നബവിയും ഇമാം സുയൂത്തിയും പറഞ്ഞത് റസൂലുള്ളാഹിന്റെ രൂപത്തിൽ അല്ലാത്ത രൂപത്തിൽ വന്നാൽ തന്നെയും അതെല്ലാം വിധിയിൽപ്പെട്ടു, അതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. തിരുനബിയുടെ അതേ രൂപത്തിൽ തന്നെ വരണം എന്ന് പറഞ്ഞ അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായം വളരെ ബലഹീനമാണ്. ലൈഫാൻ എന്ന് പറഞ്ഞാൽ ബലഹീനം എന്നല്ല, ലൈഫാൻ എന്ന് പറഞ്ഞാൽ വളരെ ബലഹീനാണ്. എന്തുകൊണ്ട്? അതിനെ തെറ്റാന്നാ പറയേണ്ടത്. കാരണം ഇമാം സുയൂത്തിയും ഇമാം നബവിയും സൂചിപ്പിച്ചത് റസൂലുള്ളാഹിന്റെ അതേ രൂപത്തിൽ വരണം എന്നുള്ള അഭിപ്രായം തെറ്റാണെന്നാണ് സൂചിപ്പിച്ചത്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ടത് ബലഹീനം എന്നല്ല, വളരെ ബലഹീനം, തീരെ എടുക്കാൻ പറ്റാത്ത അഭിപ്രായം. അതുകൊണ്ടാണ് ആ അഭിപ്രായം നമ്മൾ എടുക്കാത്തത്. ഫറുഇയാഹു ഫീ സൂറത്തിൽ മഅറൂഫത്തി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയപ്പെട്ട രൂപത്തിൽ മുത്തനബിയെ കാണലും വഗൈരിയ, അറിയപ്പെട്ട രൂപത്തിൽ അല്ലാതെ കാണലും, കിൽതാഹുമ ഹഖീഖിയത്താൻ, അത് രണ്ടും യഥാർത്ഥ കാഴ്ച തന്നെയാണ്, മുത്തനബിനെ തന്നെയാണ് കണ്ടത് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അവിടെ ഇനി ഒരു അഭിപ്രായം ഉണ്ട്. ഇപ്പം തന്നെ തിരിഞ്ഞല്ലോ ഏത് അഭിപ്രായം. അവിടെ നിന്നുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറയാം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മരിക്കുന്നതിൻ്റെ മുമ്പുള്ള യഥാർത്ഥ രൂപത്തിൽ കാണണം. ജീവിതകാലത്തുള്ള ഏതെങ്കിലും ഒരു രൂപമായാലൊന്നും പോരാ. മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന യഥാർത്ഥ രൂപം, മരിക്കുന്ന സമയത്ത് മുത്തനബിയുടെ താടിയിൽ എത്ര കറുത്ത രോമം ഉണ്ടായിരുന്നു, ആ കറുത്ത രോമം വെളുത്ത രോമം തന്നെ ഉണ്ടായിരുന്നു, അതിന് വരെ എണ്ണത്തിൽ കുറവുണ്ടാകാൻ പാടില്ല. അങ്ങനെ കണ്ടാലേ മുത്തനബിയാന്ന് പറയാൻ പറ്റൂ എന്ന് വാദിച്ചവരുണ്ട്. പക്ഷെ നമ്മൾ അംഗീകരിക്കുന്നില്ല, അത് നമ്മൾ തീരെ ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല. അതിനും തെളിവില്ലാത്തതുകൊണ്ട്, മാത്രമല്ല ഇമാമിയങ്ങൾ അതിനെ അവഗണിച്ചതുകൊണ്ട്. പിന്നെ അതുപോലെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയപ്പെട്ട പ്രത്യേകതകളിൽ വെച്ച് ഏതെങ്കിലും ഒരു പ്രത്യേകത വേണം, മുത്തനബിക്ക് മാത്രമുള്ള പ്രത്യേകതയിൽപ്പെട്ട എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം എന്ന സാധ്യത പറഞ്ഞവരുണ്ട്. ഇബ്നു ഹജർ അസ്കലാനിക്ക് ആ സാധ്യത പറഞ്ഞിട്ടുണ്ട്. അതൊരു തീർപ്പായ അഭിപ്രായമായി പറഞ്ഞതൊന്നല്ല. അസ്കലാനി റഹിമഹുള്ളാഹ്ക്ക് അങ്ങനെ ഒരു തീർപ്പായ അഭിപ്രായം ഉണ്ടതല്ല, അങ്ങനെ ആവാനൊരു സാധ്യത പറഞ്ഞതാണ്. മുത്തനബിക്ക് പറയപ്പെട്ട ഏതെങ്കിലും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറം, അല്ലെങ്കിൽ മുഖത്തിൻ്റെ രൂപം. മുത്തനബിക്ക് കിതാബിലൊക്കെ പറഞ്ഞാൽ മുഖരൂപമുണ്ട്, വേറെയുള്ള ഒന്നുമില്ല. അല്ലെങ്കിൽ ഖത്മുൻ നുബുവ കാണുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും മുത്തനബിക്ക് മാത്രമുള്ള ഒരു രൂപം, ഒരു പ്രത്യേകത, ആ പ്രത്യേകതയോടുകൂടെ കണ്ടാൽ മുത്തനബിയാണെന്ന് ഉറപ്പിക്കുക, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞവരുണ്ട്. ഇനി അവിടെ ഏത് അഭിപ്രായമുണ്ട്? ഞാൻ റസൂലുള്ളാഹിയാണ് എന്ന് പറഞ്ഞാണ് വരുന്നത്, മുത്തനബിയാന്ന് ഉറപ്പിക്കാൻ പറ്റൂല, ചിലപ്പോൾ ഏതാവാ, അത് പിശാച്ചാവാം, മുത്തനബിയുടെ അതേ രൂപം അല്ലെങ്കിൽ, മുത്തനബിയുടെ അതേ രൂപം അല്ലെങ്കിൽ ഞാൻ റസൂലുള്ളാഹിയാണ് എന്ന് പറഞ്ഞാൽ വരെയും ആ പറയുന്നത് പിശാച്ചാവാം എന്ന അഭിപ്രായമുണ്ട്. ആ അഭിപ്രായമാണ് ഇമാം ഖറാഫിയൊക്കെ പറഞ്ഞത്. അങ്ങനെയൊക്കെ അഭിപ്രായം പറഞ്ഞവരുണ്ടാവും, അത് പ്രബലല്ല എന്നാണ് പറയുന്നത്. ഖറാഫി എന്ന് പറയുന്ന ആൾ വലിയ മഹാനാണ്, വലിയ പണ്ഡിതനാണ്, വിലായത്ത് കൊണ്ട് മഷൂർ അല്ലെങ്കിലും ശരീഅത്തിൽ വലിയ മഹാനാണ്, പണ്ഡിതനാണ്, മാലിക്കി മദ്ഹബുകാരനാണ് ഇമാം ഖറാഫി. അവർക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. അഭിപ്രായങ്ങൾ അങ്ങനെയൊക്കെ വരും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, അഭിപ്രായങ്ങളെല്ലാം എടുക്കാൻ പറ്റൂല, എല്ലാം നമ്മൾ പറയാനും പറ്റൂല. ഏതെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം കൊണ്ടെടുക്കാൻ പറ്റൂല. അതിൽ ആ വിഷയത്തിൽ എന്താ പ്രബലം എന്ന് മനസ്സിലാക്കണം. അതാണ് പൊതുവേ നാം പറയേണ്ടത്. ഇങ്ങനൊരു അഭിപ്രായം ഉണ്ട് എന്ന് പറയാം, പ്രബലമല്ലാത്ത അഭിപ്രായത്തെക്കുറിച്ച്. അല്ലാതെ അത് പൊതുവേ എല്ലാവരും അംഗീകരിക്കപ്പെടേണ്ട ഒരു അഭിപ്രായമായി അവതരിപ്പിക്കുന്നത് ശരിയായ നിലപാടല്ല.
അധിക ഇമാമിങ്ങളും പറഞ്ഞ അഭിപ്രായം ഞാൻ പറഞ്ഞ ഈ മൗലിദ് സുനൈനിയിൽ പറഞ്ഞ അഭിപ്രായമാണ്. പ്രബലമാക്കപ്പെടേണ്ട അഭിപ്രായം അതാണ്. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയുമായി ബന്ധപ്പെട്ട് എന്ത് സ്വപ്നം കണ്ടാലും, മുത്തനബിയിലേക്ക് ചേർത്തി പറഞ്ഞ് ഏത് സ്വപ്നം കണ്ടാലും അത് വേറെ ആളെ അപ്പുറത്തുള്ള ആളെ കുറിച്ച് പറഞ്ഞു ആ കാണുന്നത് മുത്തനബിയാന്ന് പറയും. പിന്നെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ വരെയും മുത്തനബിയിലുമായി ബന്ധപ്പെട്ട് എന്ത് സ്വപ്നം കണ്ടാലും അത് പിശാച് അങ്ങനെ വരൂല, അതൊക്കെ ശരിയാണ് എന്ന് ഈ ഹദീസിന് അർത്ഥം വെച്ചോലുണ്ട്. മർ റആനി ഫിൽ മനാമി ഫഖദ് റആനി എന്ന് പറഞ്ഞതിന് അർത്ഥം വെച്ചോലുണ്ട്. ഇബ്നു അബി ജംറ റഹിമഹുല്ല അവരങ്ങനെ, അവർ വലിയ മഹാനാ, ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ്. അവരുടെ അഭിപ്രായം അങ്ങനെയാണ്. ആ അഭിപ്രായം നമ്മൾ പറയുന്നില്ല. മുത്തനബിയുടെ രൂപം യഥാർത്ഥ രൂപത്തിലല്ലാത്ത വേറെ രൂപങ്ങൾ ആ രൂപത്തിലൊക്കെ വരാമെന്നേ നമ്മൾ പറയുന്നുള്ളൂ. എല്ലാ അഭിപ്രായം നമ്മൾ പറയുന്നില്ല. ബിനബി ജംറ തങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ട്. എന്ത് മുത്തനബിയുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്ത് സ്വപ്നം കണ്ടാലും അത് സത്യമാണ്, അതിലൊരിക്കലും പിശാചിന് കടന്നുകൂടാൻ സാധിക്കൂല എന്ന് അവരുടെ അഭിപ്രായം. അത് ആ അഭിപ്രായം കുറച്ചൊരു ഓവറായി പോയി തോന്നും. അതേ സമയത്ത് മുത്തനബിയുടെ യഥാർത്ഥ രൂപത്തിലല്ലാതെ വേറെ രൂപത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തോടു കൂടെ വന്നാൽ അത് പിശാചാൻ സാധ്യതയുണ്ട്, അതും ഓവറാണ്. അതിൻ്റെ ഇടയിലുള്ള ഖൈറുൽ ഉമൂരി ഔസത്തുഹ, അതിൻ്റെ അടിയിൽ പറഞ്ഞ അഭിപ്രായമാണ് പ്രബലമായ അഭിപ്രായം. ഇവിടെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തനബി കഴിഞ്ഞാൽ, പിന്നെ അമ്പിയാക്കന്മാർ കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽപ്പെട്ട ഏറ്റവും വലിയ ശ്രേഷ്ഠർ എന്നാണ് പൊതുവെ അഖീദൻ്റെ കിതാബുകളിൽ, വിശ്വാസപരമായ വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന കിതാബുകളിൽ കാണും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നാം ഖലീഫ, സുന്നത്തി ജമാഅത്തിൻ്റെ വിശ്വാസമാണ് ഒന്നാം ഖലീഫ. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു, പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, നാലാമതായി അലി റളിയല്ലാഹു. അവരുടെ സ്ഥാനം അങ്ങനെ പറഞ്ഞു. എന്നാൽ അവിടെയുണ്ട് പണ്ഡിതന്മാർക്ക്, ചില ഒറ്റപ്പെട്ട പണ്ഡിതന്മാർക്ക്, സുന്നികളിൽപ്പെട്ട പണ്ഡിതന്മാർക്ക് തന്നെ ചില അഭിപ്രായങ്ങൾ. മുഹമ്മദുൽ ഫളാലി, ഇമാം ബാജൂരിയുടെ, നമ്മൾ ഉസ്താദുമാരുടെ ഉസ്താദായ ഇമാം ബാജൂരിയുടെ ഷെയ്ഖാണ്, ഉസ്താദാണ് മുഹമ്മദുൽ ഫളാലി. അവർ പറയുന്നത്, അവരുടെ അഭിപ്രായം ഫാത്തിമ റളിയല്ലാഹു അൻഹയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ സ്ഥാനം. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്കാണ് സ്ഥാനം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനേക്കാൾ. അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ സ്വപ്നം കണ്ടു, മുത്തുനബി പറഞ്ഞു, സ്വപ്നം കണ്ടു ഇയാൾക്ക് കാണുന്ന വ്യക്തിക്ക് തോന്നി, നിനക്ക് ഞാൻ എല്ലാ ഹറാമുകളും ചെയ്യാൻ അനുമതി തന്നു. അങ്ങനെ മുത്തുനബി പറയോ? അങ്ങനെ ഒരാൾ സ്വപ്നം കണ്ടതായിട്ട് എണീറ്റ് നോക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നത്, ഇന്നലെ ഞാൻ മുത്തുനബിയുടെ സ്വപ്നം കണ്ടല്ലോ, എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് ഞാൻ കള്ളു കുടിക്കാൻ സമ്മതം തന്നു. മുത്തുനബിയുടെ സ്വപ്നം കണ്ടു എന്ന് പറയുന്നത് ശരിയാണ് അവിടെ, പക്ഷെ കള്ളു കുടിക്കാൻ സമ്മതം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പിശാച് തോന്നിപ്പിക്കുന്നതായിരിക്കും. ആ സ്വപ്നം കഴിഞ്ഞിട്ട് ഉറക്കത്തിലല്ലേ ആ സ്വപ്നം മുത്തുനബിനെ കണ്ടതിന് ശേഷം പിന്നെ തോന്നിപ്പിച്ചൊരു സംഗതിയായിരിക്കും. ഉണരുമ്പോൾ ആ തോന്നലോട് കൂടെയാണ് ഉണരുന്നത്. അതുകൊണ്ടാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, നാളെ റമദാനാണ്, പിന്നെ ഇന്ന് മാസം കണ്ടുകണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ റമദാനെഴുതി നോമ്പ് പിടിക്കാൻ പറ്റൂല എന്നാ പ്രബലം. എന്താ കാരണം? മുത്തുനബിനെ കണ്ടത് ശരിയല്ലാത്തതുകൊണ്ടല്ല. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ് പറഞ്ഞോടെ മുത്തുനബിയുടെ സ്വപ്നം കണ്ടത് തെറ്റായതുകൊണ്ടല്ല. മുത്തുനബി സ്വപ്നം കണ്ടത് റെഡി തന്നെ, പക്ഷേ മുത്തുനബി ആ പറഞ്ഞത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് നിന്റെ കേൾവി, നിന്റെ മനസ്സ് അതുറപ്പിക്കാൻ പറ്റൂല. മുത്തുനബി എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നിയതാണെങ്കിലോ, അല്ലെങ്കിൽ ആ സ്വപ്നത്തിൻ്റെ ശേഷം പിന്നീട് മനസ്സിക്ക് വന്ന ഒരു ചിന്തയാണെങ്കിലോ, സ്വപ്നത്തിന് നമ്മൾ അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. പല അവസ്ഥയും സ്വപ്നത്തിലുണ്ടാകുന്നതല്ലേ, പലതും സംഭവിക്കും. അപ്പം അതുകൊണ്ട് സ്വപ്നം കണ്ടത് തെളിവാക്കിക്കൊണ്ട് പിന്നെ പിറ്റേ ദിവസം നോമ്പ് റമദാനായി അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് പ്രബലം. ഇനി അവിടെ വേറെ അഭിപ്രായമല്ലേ. ഇമാം അസ്നവി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞാൽ അത് എടുക്കൽ നിർബന്ധമാണ് എന്നുള്ള അഭിപ്രായം ഉദ്ധരിച്ചു. രണ്ട് അഭിപ്രായം ഉണ്ട് അവിടെ. അങ്ങനെ ഒരാളോട് പറഞ്ഞാൽ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. മുത്തുനബി എന്ത് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞാലും അത് സ്വീകരിക്കൽ നിർബന്ധമാണ് അഭിപ്രായം ഷാഫി മദ്ഹബ് തന്നെ ഉണ്ട്. അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റളിയല്ലാഹു അൻഹു ഷാഫി മദ്ഹബിൽ വലിയ മഹാനാണ്. അവരുദ്ധരിച്ച് കാണും, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരാളോട് എനിക്ക് ഹലാലാക്കി തന്നു എന്നോ, അല്ലെങ്കിൽ നീ അത് ചെയ്യണമെന്നോ നിങ്ങൾ എന്തോ പറഞ്ഞാൽ ആ പറഞ്ഞത് തെളിവാണ്. ഖുർആനിൽ വ്യക്തമായി ഇജ്മാ ഇല്ലെങ്കിലും ഖുർആനിൽ വ്യക്തമായൊരു വിഷയം ഹറാമാക്കിയിട്ടില്ലെങ്കിൽ, ഗവേഷണത്തിന് വകുപ്പുള്ള ഒരു വിഷയമാണെങ്കിൽ അവിടെ ഒരു പുതിയ വിധി, ഇവൻ വിശ്വസിക്കാത്തൊരു വിധി സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റൂല എന്നാണ് പൊതുവേ ഇമാമിങ്ങളുടെ തീരുമാനം.
നിലപാട്, നമ്മുടെ ഷാഫി മദ്ഹബിലും അല്ലാത്ത മദ്ഹബിലും ഒക്കെ. പക്ഷേ അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി റഹിമഹുല്ല ആ വിഷയത്തിൽ തന്നെ 2 അഭിപ്രായം ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ സ്വീകരിക്കാം, എല്ലാ പണ്ഡിതന്മാർക്കും ഏകോപനമായിട്ടുള്ള അഭിപ്രായമില്ലെങ്കിൽ, ഇല്ലാത്ത വിഷയമാണെങ്കിൽ. അതുപോലെ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് കള്ളുകൂടി പോലെ അത് വളരെ വ്യക്തമായി ഹറാമാക്കിയ വിഷയമാണ്. അങ്ങനത്തെ വിഷയമല്ലാത്ത കാര്യമാണെങ്കിൽ, ഗവേഷണത്തിൻ്റെ വകുപ്പുള്ള വിഷയമാണെങ്കിൽ, ഉദാഹരണമായി ബാങ്ക് പലിശ, അത് ഗവേഷണത്തിന് പഠനങ്ങൾക്ക് വിധേയമാക്കിയ വിഷയമാണ്. ഖുർആനിൽ വ്യക്തമായിട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ടില്ല, പലിശ ഹറാമാക്കിയാണ്. അപ്പോൾ ആ വിഷയത്തിൽ മുത്തുനബി വന്ന് പറഞ്ഞാൽ സ്വീകരിക്കാം എന്നുള്ള അഭിപ്രായമുണ്ട്. പക്ഷെ അത് ആ അഭിപ്രായം ഉണ്ടായത് കൊണ്ട് അത് നമുക്ക് പബ്ലിക്കലി അത് അടിച്ചേൽപ്പിക്കാൻ പറ്റൂല. ആ ഒരു അഭിപ്രായം പബ്ലിക്കിൽ അടിച്ചേൽപ്പിക്കാൻ പറ്റും. ഇങ്ങനെ പല വിഷയങ്ങളിലും, കർമ്മപരമായ വിഷയങ്ങളിലും വിശ്വാസപരമായ വിഷയങ്ങളിലും പല പല അഭിപ്രായങ്ങളുണ്ടാവും. ഇമാം സർക്കശി വലിയ പണ്ഡിതനാണ്, സുയൂത്തിനെ പോലെ അറിയപ്പെട്ട പണ്ഡിതനാണ് ബദറുദ്ദീൻ സർക്കശി റഹിമഹുല്ലാഹ്. പക്ഷെ അവർക്ക് ഒരഭിപ്രായം, ബലഹീനമായ അഭിപ്രായമുണ്ട് ഈ സർക്കശി ഇമാമൻ. എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബിയുൽ അവ്വൽ നട്ടുച്ചക്കാന്ന് അവർ പറയുന്നത്. ശക്തമായ വെയിൽ വന്ന് നട്ടുച്ച സമയത്താണ് മുത്തുനബി ജനിച്ചത്. അത് ബലഹീനമായ അഭിപ്രായമാണ്. അത് വിശദമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാ പറഞ്ഞത് സുബഹിയുടെ ശേഷമാണ്, അതും ബലഹീനാണ്, പ്രബലമല്ല. 10 തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് നാം ആ വിഷയം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നിഅമത്തുൽ കുബ്ര എന്ന് പറഞ്ഞ മൗലിദ് ഇബ്നു ഹജർ ഹൈതമി തങ്ങളുടെ മൗലിദിൻ്റെ വ്യാഖ്യാനത്തിൽ വിശദമായി അത് പ്രതിപാദിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ അഭിപ്രായങ്ങൾ കുറേ ഉണ്ടാവും. അങ്ങനെ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ എടുക്കുന്നതിന്, ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ എടുത്ത് പറയുന്നതിന് സ്ഥാനമല്ല, അതിന് പരിഗണനയല്ല. അതുകൊണ്ട് കാര്യമല്ല. ഒരു വിഷയത്തെ പറ്റി പറയുമ്പോൾ ആ വിഷയത്തിൽ പ്രബലമായതാണ് പറയേണ്ടത്. ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ എന്താണ് വിഷയം? മുത്തനബിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടാലേ മുത്തനബി എന്ന് പറയാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വിഷയം വരുന്നുണ്ട്, ഒരു പ്രശ്നവും വരുന്നുണ്ട്. അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ആഗ്രഹമില്ലാത്ത മുഅ്മിനീങ്ങൾ ഉണ്ടാവാൻ പാടില്ല. സ്വപ്നത്തിലെങ്കിലും ഈമാനുള്ള വ്യക്തിൻ്റെ ഒക്കെ ചെറുപ്പം മുതൽക്കേ ഉള്ള ഒരു ആശയവും അഭിലാഷയുമാണ് എനിക്ക് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് സ്വപ്നത്തിൽ കണ്ടെങ്കിൽ അതിനായി പ്രവർത്തിക്കണം. അതിനായി പ്രവർത്തിക്കൽ എങ്ങനെ? ഇസ്തിഖാമത്തിലൂടെ, ചൊവ്വായ വഴിയിലൂടെ നീങ്ങുകയും അള്ളാഹിൻ്റെ ഹബീബിനെ പറ്റി പഠിക്കുകയും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്താൽ അങ്ങോട്ട് എത്തും നമ്മൾ പറയുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇമാമിങ്ങൾ പറഞ്ഞ വാക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ കേട്ടത് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാനൊന്നും കഴിയൂല, അത് അസംഭവ്യമാണ്, അത് സ്വഹാബിക്കേ കഴിയൂ. അങ്ങനെ പറഞ്ഞ ആളുകളുണ്ട്, ഒറ്റപ്പെട്ട ആളുകളുണ്ട്. സ്വഹാബിക്കേ കഴിയൂ, അല്ലെങ്കിൽ സ്വഹാബിമാർ മുത്തുനബിനെ പറ്റി പറഞ്ഞ് വിശദീകരിച്ച ആ എല്ലാ സവിശേഷതകളും ഉൾക്കൊണ്ട് മനസ്സിലാക്കി സങ്കല്പിച്ച് ഓർമ്മയിൽ ഉള്ള വ്യക്തി, ആ വ്യക്തിക്ക് മുത്തുനബിനെ സ്വപ്നം കാണാൻ കഴിയൂ, അത് അംഗീകരിക്കാൻ പറ്റൂ. അല്ലാത്തൊന്നും അംഗീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പിന്നെ കുറേ അതുകൊണ്ട് ഉപകാരത്തേക്കാൾ ഉപദ്രവം ഉണ്ടാവും. മുത്തനബിനെ സ്വപ്നം കാണണം എന്ന് വിചാരിച്ചുകൊണ്ട് തെറ്റുകൾ ഒഴിവാക്കുന്നവരും നന്മ ചെയ്യുന്നവരും സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നവരും ഖുർആൻ ഓതുന്നവരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇത് പിന്തിരിയാൻ അത് കാരണമാവും. അതേ സമയത്ത് ഇമാം നവവിയും ഇമാം സുയൂത്തിയൊക്കെ പറഞ്ഞ അഭിപ്രായം എടുത്തിട്ട്, ആ പ്രബലമായ അഭിപ്രായം എടുത്തിട്ട് മുത്തനബിനെ കാണാൻ ആരിഫ്യങ്ങളും പറഞ്ഞത് അതാണല്ലോ, മുത്തനബി ഏത് രൂപത്തിലും വരാമെന്നല്ലേ. അപ്പോൾ അത് ആ അഭിപ്രായം എടുത്തിട്ട് ഈ മുത്തനബിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ലാതെ രൂപത്തിൽ തന്നെ കാണാൻ വലിയ പ്രയാസമാണ്. എന്നിട്ടല്ലേ പിന്നെ മുത്തനബി യഥാർത്ഥ രൂപം. നിങ്ങൾക്ക് അറിയോ നബ്ഹാനി, യൂസുഫ് നബ്ഹാനി റഹിമഹുല്ലാനെ അറിയോ? അദ്ദേഹത്തിൻ്റെ ജീവിതം ഫുൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ട് വിഞ്ഞുവെച്ച മഹാനായിരുന്നു. ഇത്ര കവിതയാണ് മുത്തനബിനെ പറ്റി അവർ എഴുതിയത്, എത്ര സേവനങ്ങളാണ് മുത്തനബിക്ക് അവർ ചെയ്തത് ഗ്രന്ഥങ്ങളിലൂടെ. ആ യൂസുഫ് നബ്ഹാനി റഹിമഹുല്ല അവർ എല്ലാ ദിവസവും മുത്തനബിനെ സ്വപ്നം കാണുന്ന ആളായിരുന്നു. പക്ഷേ മുത്തനബിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവർ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും? അന്നൊക്കെയുള്ള ആളുകൾ വിശ്വസിച്ച് പോകുന്നത്, മനസ്സിലാക്കി പോകുന്നത് അങ്ങനെയാണ്. മുത്തനബിനെ കണ്ടാൽ യഥാർത്ഥ രൂപത്തിൽ കണ്ടില്ലെങ്കിൽ മുത്തനബിനെ കണ്ടിട്ടില്ല എന്നല്ല. അങ്ങനെ ഒരിക്കൽ ഇമാം നബ്ഹാനി, അല്ലാമ നബ്ഹാനി മുത്തനബീനെ സ്വഹാബത്ത് കണ്ട യഥാർത്ഥ രൂപത്തിൽ എനിക്കൊന്ന് കാണണം, വലിയ ആഗ്രഹമുണ്ട്, അത് റബ്ബെ എനിക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി അവർ 1000 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു ഓതി, വിശുദ്ധ ഖുർആൻ ഓതി.
ആ രാത്രി അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് കണ്ട രൂപത്തിൽ കണ്ടു എന്നാ പറഞ്ഞു. നബുഹാനി പറയാം, ആ കോല എനിക്ക് പറയാൻ കഴിയൂല, ഞാൻ കണ്ട ആ രൂപം എനിക്ക് പറഞ്ഞു തരാൻ കഴിയൂല, അത്ര വർണ്ണിക്കാൻ കഴിയൂല, ആ രൂപത്തിൽ ഞാൻ സ്വപ്നം കണ്ടു. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചെറിയ രൂപത്തിൽ, യഥാർത്ഥ രൂപത്തിൽ അല്ലാത്ത രൂപത്തിൽ തന്നെ കണ്ടാൽ ഒരാൾ നമ്മളോട് കണ്ടു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹത്തിന് അത് പ്രചോദനം കൊടുക്കുകയാണ് വേണ്ടിയത്. നിങ്ങൾ അതിനെ കണ്ടോ? ഞാൻ അതും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കാണാൻ എന്താ ചെയ്ത്? ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 1000 തവണ സ്വലാത്ത് ചൊല്ലും എന്ന് അദ്ദേഹത്തിൻ്റെ മറുപടി. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടത്. പക്ഷെ നിങ്ങൾ കണ്ടത് മുത്തുനബിൻ്റെ യഥാർത്ഥ രൂപത്തിലല്ലോ. കണ്ട രൂപം എങ്ങനെ? അപ്പോൾ പറയാം, എന്താ ഞാനൊരു ഇരുനിറത്തിലാണ് കണ്ടത്. മുത്തുനബി ഇരുനിറമല്ലല്ലോ, മുത്തുനബി ചുവപ്പ് കലർന്ന വെളുത്ത നിറമല്ലേ. നിങ്ങൾ കണ്ടത് മുത്തുനബിനെ തന്നെയാണ്. പക്ഷെ മുത്തുനബിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണണം നമ്മൾ, അപ്പോഴേ മുത്തുനബിനെ ശരിക്കും കണ്ടു എന്നറിയാൻ പറ്റും. മാത്രമല്ല, പണ്ഡിതന്മാർ ചിലർ അങ്ങനെ അല്ലാത്ത രൂപത്തിൽ കണ്ടാൽ മുത്തുനബി അല്ലാന്ന് വരെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് മുത്തുനബിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കൂടുതൽ വെളിച്ചത്തിലും സൗന്ദര്യത്തിലും നമുക്ക് കാണണം. അത് നിങ്ങൾ ചെല്ലുന്ന ആ 1000 സ്വലാത്ത് കുറച്ചുകൂടെ 1500 മാറ്റിയാൽ നിങ്ങളത് കാണാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹത്തിന് പ്രചോദനം കൊടുത്താൽ അദ്ദേഹം അതിന് ശ്രമിക്കും. അതേ സമയത്ത് അദ്ദേഹത്തോട് ഈ കണ്ടത് മുത്തുനബിനെ നല്ല, ഈ കണ്ടത് പിശാച്ചിനെയാണ്, മുത്തുനബി ഇരുനിറമല്ലല്ലോ, ഈ കണ്ടത് ശൈത്വാനാണ് എന്ന് പറഞ്ഞാലോ അയാളാകെ വിഷമിച്ചു. അതുകൊണ്ട് മുത്തുനബിനെ ഒരാൾ കണ്ടു എന്ന് വിചാരിച്ച് ആ കണ്ട ആള് ഉണർവിൽ മുത്തുനബിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടവനാണെങ്കിൽ പിന്നെ വലിയ തന്നെയാണ്. സ്വപ്നത്തിൽ ഒരാളെ മുത്തുനബിനെ കണ്ടു എന്ന് വിചാരിച്ച് അദ്ദേഹം വലിയൊന്നും ആവില്ല. ആ കണ്ട വ്യക്തി ഞാൻ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് നടക്കാനും പറ്റൂല. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഉപദേശിക്കണം, ആ കണ്ട വ്യക്തിനെ ഉപദേശിച്ചു കൊടുക്കണം. ആ കണ്ട വ്യക്തിയെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് വിഷയം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ഈ വിഷയം എവിടെ എത്തിയിട്ടില്ല, അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.